ചിലതൊക്കെ കാണാനോ അതല്ലെങ്കിൽ കേൾക്കാനോ ഇട വന്നാൽ നമുക്കതിനെ പ്രതികരിക്കാതിരിക്കാൻ കഴിയൂല. ഞാനൊരു രണ്ട് സംഗതികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഒന്നൊരു വീഡിയോ ആണ്, ഒന്നൊരു പോസ്റ്റാണ്. ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ ആ പോസ്റ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അത് കണ്ടിട്ടൊന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയും. നമ്മളെ ലീഗുകാർ നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഉദ്ഘടിക്കലാണല്ലോ, അങ്ങനെ തന്നെ പറയാം. അതിൻ്റെ താക്കോൽ കൈമാറ്റം ഇന്നാണല്ലോ. അതിൻ്റെ കൂടെ വന്ന ഒരു മോശമായിട്ടുള്ള ഒരു സെന്റൻസാണ് എന്തെന്നറിയോ? 2 വർഷമായിട്ടും വാസയോഗ്യമാക്കാൻ കഴിയാത്ത വീട് നിർമ്മിക്കുന്ന സർക്കാർ അപമാനം. അപമാനാണത്രേ സർക്കാർ. എടോ ലീഗുകാരെ, നിങ്ങൾ കൊടുത്തത് നല്ല കാര്യം തന്നെയാണ്. അതിൻ്റെ കൂടെ സർക്കാരിനെ മോശപ്പെടുത്തി കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കൊടുത്തത് വെറും വീടാണ്, അതൊരു സഹായമാണ്. പക്ഷെ സർക്കാർ കൊടുക്കുന്നത് ഒരു ടൗൺഷിപ്പാണ്, കംപ്ലീറ്റ് ടൗൺഷിപ്പാണ് അല്ലേ? നിങ്ങളെ വീട് കൊടുക്കലും ഒരു ടൗൺഷിപ്പ് കൊടുക്കലും രണ്ടും രണ്ടാണ് അല്ലേ? അതിനെ രണ്ടിനെയും നിങ്ങൾ ഒരേ ദിശയിൽ കാണരുത്. നിങ്ങൾ വെറും വീടാണ് കൊടുത്തത്. ഈ വയനാട്ടിലെ മനുഷ്യർക്ക് വെറും വീട് മാത്രമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അവരുടെ ഒരു നഗരമാണ് നഷ്ടപ്പെട്ടത്, അവർക്ക് ജോലിയാണ് നഷ്ടപ്പെട്ടത്, സ്കൂളാണ് നഷ്ടപ്പെട്ടത്, അവർക്ക് അവരുടെ ചുറ്റുപാടാണ് നഷ്ടപ്പെട്ടത്. ദുരന്തത്തിൽ നിങ്ങൾ അവർക്ക് നൽകുന്നത് വീടാണ്. സങ്കടമുണ്ട് അല്ലേ? ഉദ്ഘാടിക്കല് ലീഗിൻ്റെ ഉദ്ഘാടിക്കലായിരുന്നു. കണ്ടു അവിടെ വന്ന ജനങ്ങളെ, അവിടുത്തെ ആ തിരക്കൊക്കെ കണ്ടപ്പോൾ വളരെയേറെ സങ്കടമുണ്ട്. സഹിക്കുക, വേറൊരു മാർഗമില്ല. സർക്കാർ മോശം തന്നെയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരേ സർക്കാരാണ് നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നത് അല്ലേ? ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ദുരിതങ്ങൾ നമ്മുടെ നാട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. പ്രളയം, കൊറോണ, അങ്ങനെ കുറേ സംഗതികൾ. അവിടുന്ന് ഇങ്ങോട്ട് എടുത്താൽ ആ 10 കൊല്ലത്തിൻ്റെ ഒരു തലക്കെന്നെടുത്ത് ഈ തല വരെ നോക്കുന്നത് എന്തെങ്കിലും ഒന്ന് ക്ലിയർ ആക്കിയതുണ്ടോ? എന്തെങ്കിലും പ്രളയ സംബന്ധമായിട്ടോ കൊറോണ സംബന്ധമായിട്ട് ഒരുപാട് ആളുകൾക്ക് പ്രളയ സംബന്ധമായിട്ട് വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉറ്റവരും ഒരു കണ്ടമാനം ബിസിനസ് കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട്. അതുപോലെ കൊറോണ സമയത്ത് ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെട്ടവരുണ്ട്. കുറേ ആൾക്കാർ പ്രവാസ ലോകത്തു നിന്ന് തിരിച്ചു വന്നവരുണ്ട്. അതുപോലെ ഇപ്പോഴത്തെ ഈ പ്രളയം ഒക്കെ പറച്ചിലേ ഉള്ളൂ അല്ലേ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ടോ? ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ആളുകളല്ലേ, എന്തെങ്കിലും ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്നുണ്ടെങ്കിൽ കാണിച്ചു തരണം കേട്ടോ. ഇപ്പോൾ അതന്നെ ടൗൺഷിപ്പാണ്. ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീട് മാത്രമല്ല, വൻ സിറ്റി, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, നമ്മുടെ ആരാധനകൾ ഒക്കെ വേണം. ടൗൺഷിപ്പ് അങ്ങനെയാണ്. എവിടെയെങ്കിലും ടൗൺഷിപ്പ് ഇതിന് മുമ്പ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടോ? പല പ്രതിസന്ധിയും ഇതൊക്കെ ഇതിന് മുമ്പും കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും സെറ്റാക്കി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് പറയും. ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഒരു ചെറിയ ഭാഗമാണ് ലീഗ്. ആ ലീഗ് 105 വീടുകൾ പ്രഖ്യാപിച്ചു. അതിൽ 51 വീടും പണി കഴിഞ്ഞു, അവിടെ താമസം തുടങ്ങി. ഈ ഇലക്ഷൻ വരും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് കണ്ടിട്ടെങ്കിൽ ഒരു 25 വീട് നിങ്ങൾക്കൊന്ന് പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൊടുത്തുവിടാമെങ്കിലേ അത് ചെയ്തോ? ഇല്ല. നിങ്ങൾ വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. അത് നിങ്ങൾ ഈ സർക്കാരിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ല, പൊതുഖജനാവെന്ന് പൊതുജനം കൊടുത്ത പൈസയാണ്. പലരും, പല പാർട്ടിക്കാരും, പല മതസ്ഥരും ഉൾപ്പെടുന്ന പൈസയാണ് അതിങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല. ഇനി ലീഗും ചെയ്തത് അങ്ങനെയൊക്കെ തന്നെയാണ്. ലീഗിൻ്റെ കേസൊന്നുമല്ല. ഞങ്ങളെല്ലാവരും കൂടി പിരിവിട്ടിട്ട് എല്ലാ മതസ്ഥരൊന്നും അല്ലാതെ എല്ലാ പാർട്ടിക്കാരൊന്നും എല്ലാവരും അതിന് ഒരുപാട് ആൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ പിരിവല്ല വിഷയം, അത് നടപ്പിലാക്കുക എന്നുള്ള കാര്യമാണ്. പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതാണ്. ജനങ്ങൾക്കൊരു വിശ്വാസം വേണം, പാർട്ടി ആയാലും മനുഷ്യരായാലും. അതാണ് ആദ്യം വേണ്ടത്. അല്ലാതെ അവർക്ക് ടൗൺഷിപ്പ് വേണം, നിങ്ങൾക്ക് ടൗൺഷിപ്പിനെ കുറിച്ച് എന്താണ് അറിയുക? എന്താ അല്ലേ കഷ്ടം. എന്നാണാവോ ഈ ടൗൺഷിപ്പൊക്കെ ഒന്ന് സെറ്റാവുക? ഇനിയൊരു പ്രശ്നം അവിടെ എവിടെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേന് ഇതൊന്ന് ശരിയാക്കണം കേട്ടോ. ഉണ്ടാക്കിയ വീടുകൾക്കൊക്കെ, ചില വീടുകൾക്കൊക്കെ വെളിച്ചമുണ്ട്
അത് പണിയിലുള്ള പ്രശ്നങ്ങളാണ്. നമ്മളിപ്പോൾ ഏത് സർക്കാരായാലും സർക്കാരൊക്കെ സെയിമാണ്. അതിനിപ്പോൾ LDF സർക്കാരായാലും കോൺഗ്രസ് വന്നാലും BJP വന്നാലും ഒക്കെ പരിമിതികളുണ്ട്. കാരണം അവരുടേതായതാണ്. കാരണം നിങ്ങളിപ്പോൾ കാണുന്നതല്ലേ, ഒരുപാട് പ്രായം ചെന്ന ആളുകൾ ഇപ്പോഴും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടും തിരക്കുണ്ടാക്കുകയാണ്. ഞാൻ അങ്ങനെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. നല്ലത് കണ്ടാൽ അല്ലെങ്കിൽ നല്ലത് ചെയ്താൽ നല്ലതെന്ന് ഞാൻ പറയും. പക്ഷെ ഇങ്ങനെയുള്ള പരിപാടികൾ മനുഷ്യന്മാരെ പൊട്ടന്മാരാകരുത്. ചങ്ങായി എല്ലാവരുടെ കയ്യിലും ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ ഉത്തരേന്ത്യത്തെ സ്റ്റൈലൊന്നും നമ്മളെ കേരളത്തിൽ നടക്കൂല. കാര്യങ്ങൾ പറഞ്ഞത് ഒരു 75% നടപ്പിലാക്കാൻ ശ്രമിക്കണം. ഇത് ആരെങ്കിലും കാട്ടുന്ന കണ്ടിട്ട് പണ്ടത്തെ ഒരു ചൊല്ലുണ്ട്, അതൊന്നും പറയണില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ കണ്ടുകൊണ്ട് നിങ്ങൾ അതിന് പ്രശ്നം ഉണ്ടാകണ്ട. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നല്ലതിൽ കാണുന്ന ഒരു പാർട്ടിയാണ്. അത് നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടാതെയാണ്. ഇപ്പോൾ പ്രതിപക്ഷത്തിനല്ല എതിർക്കണേ, ലീഗിനാണ് എതിർക്കണത്. ഇപ്പോൾ നിങ്ങൾക്ക് ലീഗിനോടെ പക ഉണ്ടാവുള്ളൂ, കോൺഗ്രസിനോട് ഉണ്ടാവില്ല. കാരണം ലീഗ് വ്യത്യസ്തമായ ഒരു രീതിയാണ്. ലീഗിന് ഭരണമില്ലാത്ത അന്ധകാലത്ത് ഇപ്പോൾ ഈ പറഞ്ഞ MLA-മാരില്ലാത്ത അന്നും ഞങ്ങൾ ബൈത്തുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള വീട് പണി ചെയ്ത് കൊടുക്കുന്നുണ്ട്. CH സെൻ്റർ ഉണ്ട്. പിന്നെ ഈ പല ചാരിറ്റികൾ നടക്കുന്നുണ്ട്. പല ചാരിറ്റികൾ നടന്ന് താഴെ തട്ടുന്ന കയറി വന്നതാണ്. അല്ലാതെ ഒരു രാത്രി പുലർന്നപ്പോൾ ഉണ്ടായ പാർട്ടിയൊന്നുമല്ല. ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് പ്രയത്നിച്ച്, ഒരുപാട് ആളുകൾക്ക് സഹായം കൊടുക്കുന്ന പാർട്ടിയാണ്. അതിൻ്റേതായ ഒരു നെലിയും പവറൊക്കെ ഉണ്ടാവും. അതിന് ജനങ്ങൾ ഏറ്റെടുത്താണ്. അതിന് നിങ്ങൾ ഇനി അസൂയപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ ടൗൺഷിപ്പ് വലിയ സംഭവമൊന്നും വേണ്ട. ചോറിന് ഒലിക്കാതെ ആ പാവങ്ങൾക്ക് കിടന്നുറങ്ങാനുള്ള രീതിയിൽ ആ വീടൊന്ന് സെറ്റാക്കി കൊടുക്കുക. അത് ഇപ്പോൾ ടൗൺഷിപ്പിനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല. എന്താണ് വലിയ സംഭവമല്ലേ. സ്കൂള് വേണം, മദ്രസ വേണം, പള്ളി വേണം, മറ്റെല്ലാ ആരാധനകളൊക്കെ ഉള്ളൊരു സിറ്റിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പൊന്നു ചെങ്ങന്മാരെ, നിങ്ങൾ ആ വീട് പൂർത്തിയാക്കി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ആ വീടൊന്ന് ചെയ്തു കൊടുത്താൽ മതി. നമ്മുടെ സർക്കാരുകളൊക്കെ അതിലൊക്കെ വളരെ പിന്നോക്കാണ്. ഭരിക്കണം, MLA ആവണം, മന്ത്രി ആവണം, നല്ല സുഖമായിട്ട് ജീവിക്കണം, അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാതെ മറ്റുള്ളവൻ്റെ ഇപ്പം എനിക്ക് ജീവിക്കണം, ഞാൻ അധ്വാനിക്കണ്ടേ? എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പട്ടിണി പകരണം അത് ഞാൻ തന്നെയാണ്. നമ്മൾ ആര് ഭരിച്ചു അല്ലെങ്കിൽ ആര് മന്ത്രി അതിലൊന്നും ഒരു കാര്യമില്ല. മനസ്സിലായ? പിന്നെ പോസ്റ്റ് KT ജലീൽ പുറകിൽ പിന്തുടർന്നുകൊണ്ടാണ് ലീഗ് ഈ പണം മറ്റ് വിധത്തിലൊന്നും ചിലവാക്കാതെ അല്ലെങ്കിൽ മുക്കാതെ വീടുണ്ടാക്കി കൊടുത്തു എന്നൊക്കെയുള്ള പോസ്റ്റ് കണ്ട്. ജലീൽ ഞങ്ങൾക്കൊന്നുമല്ല. ഞങ്ങൾ പുറത്താക്കിയ ആളാണ് ജലീൽ. മനസ്സിലായ? ഞങ്ങൾക്ക് അങ്ങനെ ജലീലിനെ പേടിക്കുന്ന ആളുകളൊന്നല്ല ലീഗിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം? നിങ്ങൾക്കൊരു പുണ്ണാക്കും അറിയില്ല. പഠിച്ചോനെ എവിടെ പോയിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞു ചിരിച്ച. ജലീൽ LDF സർക്കാരിൻ്റെ ഒരു ഭാഗമാണ്. അതിലുള്ളൊരു MLA ആണ്, മന്ത്രിയൊക്കെ ആയ ആളാണ്. നിങ്ങൾ കണ്ടുകണം ജലീലിൻ്റെ ആ സർക്കാരിൽ അതിലുള്ള പെട്ട MLA-മാരെ മന്ത്രിമാരെ ജലീലിൻ്റെ മാതിരി പറയില്ലല്ലോ. ജലീൽ മാത്രമേ ലീഗിന് കുറ്റം പറയുള്ളൂ. കാരണം ജലീലിന് സഹിക്കണില്ല, സങ്കടമാണ് ആ സാധുവിൻ്റെ കാര്യം. നമുക്ക് കാണാം കേട്ടോ. See you.